നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോയമ്പത്തൂർ നഗരത്തിൽ വൻ കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നതിനിടെ മലയാളി ഉൾപ്പെടെ 11 പേർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തീവ്രവാദ ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ NIAയും അന്വേഷണം നടത്തിയേക്കും. വലിയൊരു സംഘം ഇതിനു പിന്നിലുണ്ടെന്ന് കോയമ്പത്തൂർ സിറ്റി പോലീസ് പറഞ്ഞു. ഓടി രക്ഷപ്പെട്ട 12-നായുള്ള അന്വേഷണവും ഊർജിതമാക്കി. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതി തടിയന്റെവിട നസീറിന്റെ സഹോദരനും പിടിയിലായവരിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോയമ്പത്തൂർ പുത്തൂർ കുളത്തുപ്പാളയം ഭാഗത്ത് പോലീസ് രാത്രി പെട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സംഘത്തെ ചോദ്യം ചെയ്തത്. പരസ്പര വിരുദ്ധമായാണ് ഇവർ മറുപടി നൽകിയത്. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചാശ്രമം അറിയുന്നത്. കാഞ്ഞങ്ങാട് ചെട്ടുകുണ്ട് കടവത്ത് വീട്ടിൽ മുഹമ്മദ് സിയാവുദ്ദീൻ, കാഞ്ഞങ്ങാട് കൊളവയൽ സുനിൽ, കണ്ണൂർ വാഴകത്ത് വീഥി തായകത്ത് അബ്ദുൽ ഹാലിം, കാഞ്ഞങ്ങാട് തൈക്കപ്പുരം സമീർ, തിരുപ്പൂർ മംഗളം ഗണപതി, പാളയം പ്രസാദ്, ഉക്കടം സ്വദേശി മുഹമ്മദ് അനസ്, തിരുപ്പൂർ മംഗളം പെരിയ പള്ളിവാസൽ വീതി പ്രദേശികളായ സലിം മാലിക ഷാജഹാൻ, കണ്ണൂർ തയ്യിൽ സ്വദേശി M ഷമൽ, കർണാടക ബഡ്കൽ സ്വദേശി നൌഫൽ കാസിം ഷേഖ്, തിരുപ്പൂർ സ്വദേശി മുഹമ്മദ് യാസിർ എന്നിവരാണ് പിടിയിലായത്. 9 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിലുള്ള നൌഫൽ, ഖാസിം, മുഹമ്മദ് യാസിർ എന്നിവരെ ചോദ്യം ചെയ്തു വരികയാണ്. കേസിലെ 3-ാം പ്രതിയായ അബ്ദുൽ ഹാലിം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതിയാണ്. 9-ാം പ്രതി ഷമൽ തടിയൻവിട നസീറിന്റെ സഹോദരനാണ്. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളാണ് ഇരുവരും. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്താനായാണോ കവർച്ചയെന്നും സംശയമുണ്ട്. അന്വേഷണത്തിന് കേരള പോലീസിന്റെ സഹായവും തേടും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.